മോടെ മുകളിലൊക്കെ എന്നും കാണും. ഇഷ്ടം പോലെ ചെടിയുണ്ടല്ലോ എനിക്ക് തരണേന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്താ അരിയൊന്നുമില്ല. നല്ല മഴ വരുന്നുണ്ട്. നല്ല കോള് കേറിക്കൊള്ളുന്നു. രാത്രി മഴയാ. മോന് കുളിച്ചാന്നോ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്താച്ച്. അയ്യോ, പാലമ്മയുടെ കൊടുക്കാൻ മറന്നുപോയി. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും തൈരും ഒക്കെ മേടിച്ചു. പിന്നെ എന്നും അവിടെ ഈ തിങ്കളാഴ്ച ദിവസം കൂണ് വരുവേ, അത് വാങ്ങിക്കണമെന്ന് ഓർക്കും. അന്നേരം എന്തെങ്കിലും കറികളും കൂട്ടാനും ഒക്കെ ഇവിടെ കാണും. അതുകൊണ്ട് വാങ്ങിക്കത്തില്ല. ഇന്ന് എന്തായാലും മേടിച്ച് നാളെ എടുക്കാനാണ്. ഇന്നിപ്പോൾ ആ കക്കയിറച്ചിയുടെ ഇരിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇങ്ങോട്ട് വന്ന് മോനിക്കുട്ടനെ ട്യൂഷൻ്റെ അവിടെ വിളിക്കാൻ പോയപ്പോൾ 1 കിലോ പഴം മേടിച്ചു. പിന്നെന്തുവാണ്, പിന്നെ നമ്മുടെ ബ്രൂ പാക്കറ്റ് തീർന്നായിരുന്നു, അത് വാങ്ങിച്ചു. ഇടിയപ്പപ്പൊടി മേടിച്ചു. പൊൻകതിരിൻ്റെ ഇടിയപ്പപ്പൊടി, പൊൻകതിരിൻ്റെ പുട്ടുപൊടി. എനിക്ക് അവരുടെ ബ്രാൻഡാണ് ഏറ്റവും ഇഷ്ടം. ഇടിയപ്പം ആണേലും പുട്ടാണേലും ഇപ്പം രാവിലെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ കല്ല് പോലെ ഇരിക്കുന്ന പരിപാടിയില്ല കേട്ടോ. ഈ പൊടിയാകുമ്പം അങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റാമെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇനിയിപ്പോൾ അടുക്കളയിൽ ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട്. രാവിലെ മോനിക്കുട്ടന് ചോറ് കൊടുത്തു വിടാനും ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ചോറ് വെച്ചു. പിന്നെ ചമ്മന്തി അരച്ചു, മുട്ട വറുത്തു, മെഴുക്കുവരട്ടിയൊക്കെ ആക്കി മോനിക്കുട്ടന് ചോറ് കൊടുത്തു വിട്ടെ. അപ്പം ചമ്മന്തിയും പിന്നെ അതൊക്കെ ഇരിപ്പുണ്ട്. ചോറും വെച്ചു, ചമ്മന്തി ഇരിപ്പുണ്ട്. പിന്നെ എന്താ പറയുന്നത്, കക്കയിറച്ചി ഇരിപ്പുണ്ട്. പിന്നെ മെഴുക്കുവരട്ടി ഒന്ന് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കണം. അതുകൊണ്ട് ഇന്നിനും പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. പിന്നെ അപ്പം ഞാനൊന്ന് കുളിച്ച് ജപിച്ച് വരാം. എനിക്ക് തൊണ്ടയ്ക്ക് കിച്ച് കിച്ചാണ്. ചുമ വരാനൊരിത് വരത്തില്ല. അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ട്. തണുപ്പ് കൂടിയപ്പം അങ്ങനെ ഒരു അസ്വസ്ഥത. അപ്പം ഒന്ന് ആവി പിടിക്കുമോ ഗുളിക കഴിക്കുമോ എല്ലാം വേണം, നോക്കാം. അപ്പം ഞാൻ കുളിച്ച് ജപിച്ച് വരാം കേട്ടോ. നല്ലൊരു മഴ, അടിപൊളി മഴ പെയ്ത് തോർന്നു. നമുക്ക് കറികളൊന്നും വെക്കണ്ട, എന്നാലും മെഴുക്കുവരട്ടിയാക്കണം. ഞാനിങ്ങോട്ട് വന്നതാണ്. ചോറ് രാവിലെ വെച്ചിട്ട് ഞാൻ മോനിക്കുട്ടിനെ പൊതിയൊക്കെ കെട്ടിട്ട് അത് അന്നേരം എടുത്ത റൈസ് കുക്കറിനകത്ത് തന്നെ ആക്കി. ചൂടുണ്ടോയെന്ന് അറിയത്തില്ല, നോക്കാം. ചൂടില്ലെങ്കിൽ ഒന്ന് ചൂടാക്കണം. ഈ തണുപ്പത്ത് വെച്ചിട്ട് ചൂട് ചോറ് കഴിക്കുന്നതല്ലേ ഒരു രസം. നമുക്ക് മെഴുക്ക് പുരട്ടി അങ്ങോട്ടിടാം. പിന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനിക്കുട്ടൻ്റെയും മുത്തിൻ്റെയും കൂടെ ഉള്ള പഴയ കുറേ വീഡിയോ എല്ലാം കൂടെ ചേർത്തൊരു ചുമ്മാ ഒരു പാട്ട് കേട്ടപ്പം അത് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്. നമ്മളെ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്ന എന്താ, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പം അവനൊന്ന് എഴഞ്ഞു നടക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടും. അത് കഴിയുമ്പോൾ ഒന്ന് പിടിച്ച് നിൽക്കുന്നത്, പിന്നെ നടക്കുന്നത്, അങ്ങനെ കുഞ്ഞുങ്ങൾ വലുതാകുന്നത് ഓരോ ദിവസവും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അത് ഈ പറയുന്ന പോലെ ആ പാട്ടിലെ വരികൾ പറയുന്നത് പോലെ തന്നെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി ഒരു പല്ല് വരുന്നത് 2 പല്ലാവുന്നതൊക്കെ എത്ര സന്തോഷത്തോടെയാണ് ഒരമ്മ അത് കണ്ട് മനസ്സ് നിറയുന്നത്. മുത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അവന് ഓരോ ശ്വാസം എടുക്കുന്നതും എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പ്രായത്തിൽ നമുക്ക് ഒന്ന് സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ നമുക്കൊരാൾ ദൈവം ഇങ്ങോട്ട് തന്നപ്പോഴത്തേക്ക് അതങ്ങ് മാക്സിമം എനിക്കത് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു
എന്താ കുഞ്ഞിനെ അബോർഷനായി പോയി. അത് കഴിഞ്ഞ് എൻ്റെ മുത്തിനെ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ ആദ്യം ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ ഈ കണ്ണിൽ നീ ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ മുത്തിനെ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കയ്യിൽ ഇങ്ങനെ കമത്തി കടത്തിയിരിക്കുക. അവൻ്റെ പുറവും കാലും ഒക്കെയാണ് ഞാൻ ആദ്യം കാണുന്നത്. ആ സമയത്ത് ഞാൻ കാണുമ്പോൾ പോലും അവൻ്റെ സ്കിന്നെല്ലാം ഈ വെള്ളത്തിൽ മുക്കി കുതിർന്ന് കിടക്കത്തില്ല, അതേപോലെ ഇരിക്കുകയായിരുന്നു. കാരണം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറവാന്ന് പറഞ്ഞിട്ട് അവർ ഇഞ്ചെക്ട് ചെയ്ത് 2 ആഴ്ച എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു വീണ്ടും അനക്കമില്ലാതെ വന്നപ്പോഴാണ് സിസേറിയൻ ചെയ്തത്. അപ്പം അതുകൊണ്ടായിരിക്കും കുഞ്ഞിൻ്റെ സ്കിന്നെല്ലാം ഈ ഫ്ലൂയിഡിൽ ഇങ്ങനെ കുതിർന്നിരിക്കുക. അങ്ങനെയാണ് ഞാൻ അവനെ ആദ്യം കാണുന്നത്. ആദ്യത്തെ കാഴ്ച അങ്ങനെയായിരുന്നു. അപ്പം മനസ്സിൽ പേടിയാണ്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വയ്യാഴി വരുമോ, പ്രത്യേകിച്ച് അവന് ഓക്സിജൻ ട്യൂബും ഒക്കെ കൊടുത്തിങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു അങ്കലാപ്പ്. പക്ഷെ അതിങ്ങോട്ട് കൊണ്ടുവരുന്ന എൻ്റെ അടുക്കലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പേ അവൻ അതെല്ലാം ഊരിക്കളഞ്ഞു, അതൊരു സത്യം. അപ്പം ജനിച്ച് മണിക്കൂറുകൾക്കകം അവൻ്റെ ഒരു ലേബൽ അവിടെ സൃഷ്ടിച്ചു വെച്ച് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ അവൻ്റെ ഓരോ വളർച്ചയെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ പറയുന്നത്, ഇച്ചിരി വെയിറ്റ് വെക്കുന്നത്. അവന് 2,750 വെയിറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അവനെ കണ്ടാൽ അത്രയൊന്നും പറയത്തില്ലായിരുന്നേ. അപ്പം എല്ലാവരും ചോദിക്കും കുഞ്ഞ് ഇത്രയും ചെറുതായി പോയി, എന്താ ഒന്നും കഴിക്കത്തില്ലായിരുന്നു എന്നൊക്കെ. പക്ഷെ എനിക്കും ആ സമയത്തനുസരിച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു, വെയിറ്റിനൊന്നും കുറവില്ലായിരുന്നു. പക്ഷെ കുഞ്ഞിന് വെയിറ്റ് തോന്നിക്കത്തില്ലായിരുന്നു. 2,750 ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നത്തില്ലായിരുന്നു. അപ്പം അവന് ഇച്ചിരി ഗുണ്ടുമണിയൊക്കെ ആക്കി എടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയായിരുന്നു. പാലൊക്കെ കൊടുത്ത് ഈ 6 മാസം വരെ പാല് മാത്രം ഊട്ടി നമ്മൾ കുഞ്ഞിനെ വലുതാക്കി എടുക്കണ്ടേ. അപ്പം അങ്ങനെയൊക്കെ വളർന്ന് കുറച്ചായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു കാലഘട്ടം എത്തിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും കുഞ്ഞുങ്ങൾ വളർന്നു, ഇനിയിപ്പം എനിക്കൊന്ന് ഓമനിക്കാനോ ഒന്ന് കൊഞ്ചിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് ഉമ്മ നോക്കാനോ ഒന്നും അവരെ കിട്ടത്തില്ല. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ മനസ്സിലൊരു വെപ്രാളമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ പോലും എനിക്ക് പറ്റുന്നേ ഇല്ല കേട്ടോ. എല്ലാവരും അങ്ങനെ ആണോന്ന് അറിയത്തില്ല. മക്കള് അവരുടെ ജീവിതത്തിലേക്ക് പോവണ്ടേ എന്ന് ചോദിച്ചേക്കാം. പക്ഷെ പൊയ്ക്കോട്ടെ. പക്ഷെ അപ്പോഴും നമുക്ക് അവര് കുഞ്ഞുങ്ങളല്ലേ, നമുക്കൊന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും ചക്കരയുമ കൊടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ നമുക്ക് വേറെ ആരിയിരിക്കുന്നു, അവരല്ലേ ഉള്ളൂ. അപ്പൊ അത് ഓർക്കുമ്പോൾ ഒരു സങ്കടം. എല്ലാവർക്കും അങ്ങനെയാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് അമ്മമാരോട് പറയുന്ന കേട്ടിട്ടില്ലേ, മക്കൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫീലിംഗ് എനിക്ക് കഴിഞ്ഞ ദിവസം കുറേ തോന്നി. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടതാണ്. അപ്പൊ അതിന് താഴെ ഒരുപാട് നല്ല കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റുകളിലിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. പിന്നെ അതിനു മുമ്പ് ഞാൻ മോനിക്കുട്ടനും ഞാനും കൂടെ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും പ്രശ്നം ഉണ്ടാക്കി എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും കരഞ്ഞു. അപ്പൊ അത് ഇൻസ്റ്റയില് അത് ഏകദേശം എന്താ പറയുക, ഇൻസ്റ്റയിൽ നമുക്ക് അത്ര വ്യൂസ് ഒന്നും വരാറില്ല കേട്ടോ. പക്ഷെ ഈ വീഡിയോ കുറെ വ്യൂസ് വന്നിട്ടുണ്ട്. 500 കമന്റോളം ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പൊ ആ കമന്റുകളെല്ലാം തന്നെ സ്വന്തം അമ്മമാരോട് അല്ലെ സ്വന്തം മക്കളോടുള്ള സ്നേഹമാണ് ആ കാണുന്നത് മുഴുവൻ. ഒത്തിരി സന്തോഷം തോന്നി ആ കമന്റുകളൊക്കെ വായിച്ചപ്പോൾ. അപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരോടെല്ലാം താങ്ക്സ് പറയേണ്ടത് എൻ്റെ ഒരു കടമയാണല്ലോ. അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ. എനിക്കൊന്ന് ലൈവ് വരാനൊന്നും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറെ പല ചിന്തകളിലാണ് എൻ്റെ ജീവിതം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മറുപടി കിട്ടുന്ന സമയമാണ് ഞാൻ ഓക്കെ ആവുന്നത്. അത് ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു നിവേദനമാണ്. അപ്പൊ അത് അദ്ദേഹം എന്ന് പരിഗണിക്കുന്നോ അന്ന് ഞാൻ ഓക്കെ ആവും. എൻ്റെ പ്രിയങ്ങളോടൊപ്പം വളരെ വളരെ ഹാപ്പിനെസ്സോടുകൂടി നിങ്ങളോടൊപ്പം സംസാരിക്കാനും നിങ്ങളോട് മിണ്ടാനും പറയാനും ഒക്കെ ഞാൻ വരും. അപ്പൊ അതുവരെ ഞാൻ വേറൊരു അബ്നോർമലായ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തന്നെ തോന്നുന്നത്. അപ്പോ എല്ലാം ഓക്കെ ആവും അല്ലേ. ഈ ഒരു മെഴുക്കുവരട്ടിക്കുള്ളതും കൂടെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. മെഴുക്കുവരട്ടി ആയിട്ട് ഈ കക്കറച്ചങ്ങളൊന്ന് ചൂടാക്കണം നമുക്ക്, എന്നിട്ട് അത്താഴം കഴിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്രിയങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ആതിരക്കുട്ടി എനിക്ക് വാച്ചൊക്കെ അയച്ചു തന്ന കാര്യം. അതിൽ ഒരു വാച്ച് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടതാണിത്. കാണാൻ പറ്റുന്നുണ്ട്. ഇത് സമയം ശരിയാക്കിയില്ല, അവിടെ ശരിയാക്കണം. അതിൻ്റെ കൂടെ അയച്ചു തന്നതാണ് ഇത്. ഇങ്ങനെയുണ്ട് പ്രിയങ്ങളെ. ഇത് എനിക്ക് ഇച്ചിരി വലിപ്പമാണ്. ഇതൊന്നും കൊണ്ടുപോയി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇടണം. കണ്ട, വാച്ച് എന്ന് വെച്ചാൽ എൻ്റെ വീക്ക്നെസ് ആണ്. ഇപ്പോഴാണ് ഞാൻ അതിനൊന്നും അധികം മെനക്കെടാത്തത്. ഞാൻ പറഞ്ഞില്ലേ, വേറെ പല ചിന്തകൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്
അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുവാണ്. നേരത്തെ കുറേ വാച്ചുകൾ ഉണ്ടായിരുന്നു, ഡ്രസ്സിന് മാച്ചാവുന്നതൊക്കെ ആയിരുന്നു ഇടുന്നത്. അതിൽ ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇരുന്നതാണ്. ഇപ്പം ഇതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. എല്ലാം സമയം തെറ്റിക്കിടക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ സമയം ഏകദേശം ശരിയല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതെല്ലാം ശരിയാവുന്ന കൂട്ടത്തിൽ നമ്മൾ ഇത് ശരിയാക്കും. മോനുവേ എന്തുവാ, ടി വി നിർത്തിയോ? അനക്കമില്ല. ഞാൻ വിചാരിച്ചു എന്ത് ചെയ്തു, അതിലേ ഇറങ്ങി പോയത്. ബാ കഴിക്കാം. അച്ചാറും മുട്ടയും അവിടെ കഴിച്ചോ? വിശക്കുന്നു വാടി, വിശക്കുന്നു വിശക്കുന്നു. നല്ല തണുപ്പുണ്ട്, തണുപ്പുണ്ട്. നല്ല തണുപ്പ് എന്റെ മോനെ. ഇന്ന് ഫാനിടല്ലേ. ഇന്നലെ ആ ഫാൻ ഇട്ട് കിടന്ന് എനിക്ക് ചുമയായി കേട്ടോ. ഫാൻ നിർത്താൻ സമ്മതിക്കത്തില്ല. ഞാൻ തെണ്ണയ്ക്ക് കിടന്നോളാം. പോകാനാണോ കിടക്കും. കഴിച്ചിട്ട് വരാം. ടാറ്റാ. വായേ ചോറ് വിളമ്പി കക്കാരച്ചെടുക്കട്ടെ. പിന്നെ അമ്മ തന്നുവിട്ട പയറ് മെഴുക്ക് പുരട്ടിയത്. അമ്മ നട്ട് വളർത്തിയ പയറാട്ടോ. പിന്നെ തേങ്ങാ ചമ്മന്തി. എനിക്ക് ഇത്രേ തന്നുള്ളു. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ്. അച്ചാർ വല്ലതും വേണോ? വേണ്ട, കഴിക്കട്ടെ പ്രിയങ്ങളെ. പിന്നെ മോനുകുട്ടന് മോര് കറിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. പറഞ്ഞില്ല, തൊണ്ടയ്ക്കൊരു ഇതുണ്ട്, അതുകൊണ്ട് മോര് കൂട്ടുന്നില്ല. അപ്പോൾ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ലായിരുന്നു. എല്ലാ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വരാമെന്ന പ്രതീക്ഷയോടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം, നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് കേട്ടോ. എല്ലാവരോടും നിറയെ സ്നേഹം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലം ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.